സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും പ്രിയപ്പെട്ട അവിയലാണ്. അവിയൽ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ കാണുമെന്ന് തോന്നുന്നില്ല. അവിയൽ എങ്ങനെ പെട്ടെന്നും രുചികരവുമായി തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഒരു പാനിലേക്ക് ചേന നീളത്തിൽ അരിഞ്ഞതും പച്ച ഏത്തയ്ക്ക നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളെല്ലാം തന്നെ ക്ലീനാക്കി നീളത്തിൽ കട്ടി കുറച്ചാണ് അരിഞ്ഞെടുക്കേണ്ടത്. അടുത്തതായി ക്യാരറ്റ് അരിഞ്ഞതും പടവലങ്ങ അരിഞ്ഞതും വഴുതനങ്ങ അരിഞ്ഞതും വയലറ്റ് കളറിലെ കത്രിക്കായ്ക്ക് പകരം പച്ച കളറിലെ നീളമുള്ള വഴുതനങ്ങയാണ് അവിയലിന് നല്ലത്. ഒരു ചെറിയ കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞതും 4-5 കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞതും ഒരു കഷ്ണം മത്തങ്ങ നീളത്തിലരിഞ്ഞതും മത്തങ്ങ അവിയലിന് ചേർത്ത് കൊടുക്കണം. ഒരു കഷ്ണം വെള്ളരിക്ക അരിഞ്ഞതും വെള്ളരിക്കായ്ക്ക് പകരം കുമ്പളങ്ങ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ചേമ്പ് അരിഞ്ഞതാണ് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണ്ടിയവർ ചേർത്ത് കൊടുത്താൽ മതി. ചിലവർക്ക് അവിയലിന് ഒരു കൊഴുപ്പ് ഇഷ്ടമായിരിക്കും, അങ്ങനെയുള്ളവർ ചേർത്ത് കൊടുക്കുക. അവിയലിലെ പ്രധാനപ്പെട്ട ഐറ്റം മുരിങ്ങയ്ക്ക ആണ് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങയ്ക്ക തൊലി ചീന്തി നീളത്തിൽ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് അവിയലിന് എരിവിന് വേണ്ടി 6 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അവിയലിന് ആവശ്യമായ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാൻ. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, മറ്റ് ഓയിലുകളൊന്നും ചേർത്ത് കൊടുക്കരുത്. ഒരു തവികൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മഞ്ഞളും ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കഷ്ണങ്ങളിൽ നല്ലവണ്ണം പിടിക്കുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു ലിഡ് കൊണ്ട് അടച്ച് കഷ്ണങ്ങൾ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കി വേണം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ. 10 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വാളംപുളിക്ക് പകരം പച്ചമാങ്ങയോ തൈരോ ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ ആണെങ്കിൽ ഈ സമയത്തും തൈരാണെങ്കിൽ അരപ്പെല്ലാം ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചേർത്ത് കൊടുക്കണം. പുളി കഷ്ണങ്ങളിലേക്കെല്ലാം പിടിക്കുന്നതിന് വേണ്ടി ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അവിയലിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് അരമുറി തേങ്ങയുടെ പീരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 10 കഷ്ണം ചെറിയ ഉള്ളിയും 1 പച്ചമുളക് കഷ്ണങ്ങളാക്കിയതും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും അരപ്പിന് ഒരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതേ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അരഞ്ഞു പോകാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാവൂ. ഈ രീതിയിൽ ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് ഈ അരപ്പ് ഇനി കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിൻ്റെ പുറത്തോട്ടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അരപ്പ് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു 2 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കിയെടുക്കണം. ഓവറായി വെന്ത് കൊഴിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് രീതിയിലുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലാണോ തയ്യാറാക്കുന്നത്? ഇല്ലെങ്കിൽ ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.